ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മനേ നമോ. ഷടാനനം കുങ്കുമരക്തവർണം മഹീമതീ ദിവ്യമയൂഖവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാദം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. പണ്ടോരു ദിനം ദിവ്യഭാരതഖണ്ഡത്തെയും കണ്ടു കണ്ടാനന്ദിച്ചു കളിച്ചെങ്ങും സഞ്ചരിച്ചിടും വിദ്യാധരികൾ ദുർവാസാം അഞ്ചിത തപോധനം കണ്ടു വന്നിച്ച നേരം. സർവാശാവിമോഹനകര സൗഭാഗ്യത്തോടും ദിവ്യമായൊരു മലർമാലയും നൽകിയിടിനാൻ. മാലയെ കൈക്കൊണ്ടവർക്കാശീർവാദവും ചെയ്തു. കാലാരി കലാബോധൻ താൻ അയച്ചവരെല്ലാം പോയളവകമേ ചിന്തിച്ചിതത്രയും ദിവ്യമായ മാലയെ ധരിച്ച് ആനന്ദിപ്പതിനിപ്പോൾ. ഞാനൊരു തപോധനൻ, ഇന്നിതിന് യോഗ്യനില്ല. മാനസാലോകത്തിങ്കലാരുചിതന്മാരുള്ളു. മാധവൻ താനോ മഹാദേവനോ വിരിഞ്ചനോ. സാദരം ദേവേന്ദ്രാദി ദിക്പാലകന്മാരോ മോദേന ധരിപ്പിച്ചതിന്നാളായ പുരുഷന്മാർ. ആദിനായകൻ ജഗൽപാലകൻ നാരായണൻ മാധവൻ തനിക്കു നൽകിയിടിനാൻ പ്രസാദിക്കും ആധാരം. ജഗന്മയൻ താനല്ലോ നമുക്കെല്ലാം. നാഥനു തന്നെ നൽകിയിടണമെന്നുറച്ചവൻ ചേതസാ പുനരത കൂടവേ വിചാരിച്ചാന്. കാമതൻ കാമശീലൻ കാമിനിമാരാം രമ ഭൂമിമാർക്കാകന്ത കണ്ടിച്ചു താൻ നൽകിയിടുവോന്. താമരാക്ഷനന്നു നൽകിയിടരുതെന്നാകയാൽ സോമശേഖരന്നു നൽകിയിടുവാൻ വൈകാതെ ഞാൻ. കാമനാശനനതു താനെടുത്ത് അഴകിനോട് ആമോദാൽ ചൂടി പ്രസാദിക്കുമെന്നോർക്കുന്നവൻ കൂടവേ വിചാരിച്ചാനേടലർ ശരാശരി വാടാതെ മലർമാല താനെടുത്തിടും നേരം. മാമലകൾ മടി തന്നിൽ മേവീടും ദേവി കാമദാഗത്തിൻ പ്രതികാരമായല്ലോ മുന്നം പാതിമെയ് പകുപ്പിച്ചു കൊടുത്തങ്ങതു പാർത്താല്. പാതിമാലയും പകുത്തിയിടാതെ അടങ്ങുമോ? കേവലമതു ചിന്തിച്ചാലുടൻ മലർമാല ചൂതബാണാരിക്കു നൽകിയിടരുതല്ലോ പാർത്താല്. ദാതാവ് തനിക്കു നൽകിയിടാനാലെന്തായി വരും. വേദാവു തിരുമുടി നിഖിലേ ചൂടിയിടുവോന്. കേടേതും വരുത്താതെ മാലയെ ചൂടിയിടുവോ നീടേഴു ദിക്പാലകന്മാരിൽ ആരേനില്ലു. ദേവേന്ദ്രൻ തനിക്കു നൽകിയിടാമെന്നോർക്കുന്നവൻ ആവിർമോദേന ചിന്തിച്ചിടിനാൻ സംക്രന്ദനം. താനറിഞ്ഞിതു ദുർവാസാൻ തന്നെ ചിന്തിച്ചത്. താതൻ കഴുത്തിലേറിയിടിനാൻ പുരന്തരൻ വേഗേന മഹാമുനി തന്നെ മുമ്പിൽ ചെന്ന്. ആഗമാന്തർജൻ തന്നെ വീണടി വണങ്ങിനാൻ. നന്ദിച്ചു നാൾ കൊമ്പനും വന്നിച്ചു സുരേന്ദ്രനും. നിന്നതു കണ്ടു ദുർവാസാവു താൻ പ്രസന്നനായി. വാനവർക്കോനായിക്കൊണ്ടു മാലയും നൽകിയിടിനാൻ. സാനന്ദം തൊഴുതു വാങ്ങിയിടിനാൻ മഹേന്ദ്രനും.
കേടേതു വരുത്താതെ മാലയിന്നിതു ധരിച്ചിടുവാൻ ഭവാനൊഴിഞ്ഞാരുമില്ലെന്നോർത്തു ഞാൻ പാരാതെ വരുത്തി നൽകിയിടുവാൻ അവകാശം. നേരെ നീ ധരിച്ചുകൊണ്ടാനന്ദിച്ചാലും സഖേ, പോയാലും സുഖമായി ആശീർവാദവും ചെയ്ത് മായമെന്നിയേ തെളിഞ്ഞ് അയച്ചാൻ മുനീന്ദ്രനും. പാകാരിദാനം മാല കൈകൊണ്ടു സമ്മാനിച്ചു വേഗേന മുനീന്ദ്രനെ വന്നിച്ചു നടകൊണ്ടാൻ മാമുനിയുടെ മുന്നിൽ നിന്ന് അകന്നുടൻ മുതിർന്നാമോദവശാല് കരീന്ദ്രോപരി വിളങ്ങിനാൻ മാലയിന്ന് അതിദിവ്യമെന്ന് അറിഞ്ഞതാ. നിജമൗലോ ചേർപ്പതിനുള്ളിൽ ആശയായി പുനരപ്പോൾ ഹസ്തീന്ദ്ര കുംഭദ്വന്ദ്വമധ്യേ മാലയും വെച്ചു സ്വസ്ഥനായി കജഭാരമഴിച്ചു കുടഞ്ഞുടൻ ഹസ്താഗ്രേ നഖനികരങ്ങളാൽ ചീന്തിച്ചീകി സത്വരം പരിചാക്കി വർത്തിക്കുന്നളവിങ്കൽ കൽപ്പകമധുതണ്ടും ഷൾപദന നികരങ്ങൾ പുഷ്പസൗഗന്ധ്യങ്ങൾ പാർത്തുമത്തരായി പരിഭ്രമാല് വന്നടുത്തു ഷഡ്ജങ്ങളെ പാടിപ്പാടി നിന്നും സംഭ്രമിച്ചേഴു ആരവപുരത്തോടും കണ്ണുകൾ കർണങ്ങളും വക്രവും മൂടിക്കൂടുന്നളവു ഉപദ്രവമെന്നായി കരീന്ദ്രനു. മസ്തകമത്യത്തിങ്കൽ നിന്നെടുത്തുടൻ മാല വൃത്തിയിലിട്ടു ചവിട്ടിയിടിനാൻ കരിവരൻ. പെട്ടെന്നങ്ങതു കണ്ടു ഞെട്ടിനാൻ മഹേന്ദ്രനും രുഷ്ടനായതു കണ്ടു ചൊല്ലിനാൻ ദുർവാസാവും വൃത്രാരേ തവ വൃത്തമെത്രയും ഇതം ചിത്രം ചിത്രം. ഞാനോർത്തിയിലധികഷ്മലനല്ലോ ഭവാന് ചിത്തമോഹനകരമായ സുസ്രജം ധരിച്ച് അത്യന്തമാനന്ദിപ്പാ നല്ലതു നീ എന്നോർത്തേ വൃത്തമായി ചമഞ്ഞിതു ധിക്കരിക്കയാലുടൻ അത്ര നിർജ്ജരന്മാരും നീയും നിൻ പൗലോമിയും വൃദ്ധതയോടു ജരാനരവോണ്ടിരിക്ക പോയി ഉന്നത വിരൂപികളായി ചമഞ്ഞ നീ വണ്ണം. ഉന്നത വിരൂപികളായി ചമഞ്ഞ് എന്നീ വണ്ണം ശാപവും അരുൾ ചെയ്തു കോപേന മുനിവരൻ വേപതു ശരീരനായെഴുന്നങ്ങ് ഉള്ളൂ നേരം. താപമാർന്നൈരാപതത്തിന്മേൽ നിന്നിഴിഞ്ഞു സർവ അപരാധവും ക്ഷമിക്കണമെന്ന് അർത്ഥിച്ചുടൻ താണടി തൊഴുതു വന്നിച്ചതി സകൽഗതവാണികളാലേ ഭക്ത്യാഭീതനായി ഉണർത്തിച്ചാൻ. ഞാൻ അറിഞ്ഞൊരു ദോഷം ചെയ്തിൽ അതിശയ ആനന്ദിച്ചഴകോടു ചൂടുവാൻ കജഭാരം പാരാതെ കുടഞ്ഞു നേർവരുത്തിക്കൊള്ളുവാൻ കരിവീരമസ്തകമത്തേ വച്ചിരുന്നതിനുടെ മോഹനകരമായ സൗരഭം മൂലം തിരഞ്ഞാകന്ത മധുകരവാതകങ്ങളും ഒരു തരം പാടി വന്നു ഒരുമിച്ചു മൂളിടുമ്പോഴും തേറിന വേഗാല് കരിവീരനങ്ങനെ ചെയ്താൻ. പാപിയാമമദോഷമല്ലിതു മഹാമുനി താപം തീർത്ത് അനുഗ്രഹിക്കണമേ ദയാനിധേ. ദേവേന്ദ്രൻ തൊഴുതു വന്നിച്ചു ദുർവാസാവിനോടീ വണ്ണം
അപേക്ഷിച്ചു ദീനമായി നിൽക്കുന്നേരം മെല്ലവേ രോഷം ശമിച്ചു ഉള്ളകം തെളിഞ്ഞതീ കല്യാണാലയനായ താപസേന്ദ്രനുമപ്പോൾ ചൊല്ലിനാനകോ നിനക്കില്ല അപരാധമെങ്കിൽ അല്ലൽ തീർന്നിനിമേലിൽ നല്ലതും വരും ദൃഢം ചൊല്ലേഴും പാലാഴി പൂക്കുള്ള അമൃതത്തെ എടുത്ത് എല്ലാരും കൂടി നുകർന്നിടുവിൻ മടിയാതെ വല്ലാതെ ജരാനര തീർന്നു മംഗലം ചേർന്നു നല്ല യൗവനയുക്തരായി വരുമെന്നാൽ പിന്നെ വല്ലാതെ രോഗങ്ങളും മൃത്യുവും അകപ്പെടാം നല്ലതേ വരും മേലിലില്ല സംശയമേതും ശാപമോക്ഷത്തെ തെളിഞ്ഞീ വണ്ണം മുനീന്ദ്രനും കോപം അങ്ങടങ്ങി അവൾ കൂടവേ കോപമടങ്ങി നൽകിയിടിനോരളവപ്പോൾ കൂടവേ തൊഴുതു ദേവേന്ദ്രൻ മുനീന്ദ്രനോടേഴും വിചാരവേഗേന താൻ ചോദ്യം ചെയ്താൻ ശാപ അനുഗ്രഹശക്തനാകിയ ഭവാനുടെ ശാപ അനുഗ്രഹത്തിനു നേരെ വന്നകപ്പെടും പീയൂഷമെന്നോർത്തിരുന്നിടുക ഒഴിഞ്ഞെന്തെന്നോ ആയാസവശാലെന്നാൽ കർത്തവ്യമാകുന്നതും നേരെ നിന്തിരുവടിതാനുടൻ അരുൾ ചെയ്ത് ആരോട സന്ദേഹത്തെ തീർക്കണം ദയാനിധേ. അടുത്ത ഭാഗം നാളെ.